മലയാളത്തിൻ്റെ ഒരു മാനാടാണ്, അടിപൊളി. ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സ്റ്റോറിയായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു ബ്രോ. ഒരു ടൈം ലൂപ്പ് പടമാണിത്. ഞാൻ മാസത്തിൽ 3-4 പടങ്ങൾ കാണാൻ വരികയാണ്. മലയാള സിനിമയിൽ ഓരോ ആഴ്ച ഇറങ്ങുന്നതും ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള പടമാണെന്ന് നമുക്ക് പുതുമ ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാ ആഴ്ചയും വന്ന് ഒരു പടം ഒരേ മോഡൽ പടം അല്ല ഇപ്പോൾ ഇറങ്ങുന്നത്. ഇപ്പോൾ ഇത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു തോട്ടാണ്. കാരണം ടൈം ലൂപ്പാണ് പടം കണ്ടുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ഹാഫ് കുറച്ച് നമുക്കൊരു ഒരു ശ്രേണി പോലെ തോന്നുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് വന്നിട്ട് പടം നമ്മളെ പിടിച്ചിരുത്തും. നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കുക. ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ആയാലും എല്ലാം അടിപൊളിയായിട്ട്. അടിപൊളി ഫിലിമായിരുന്നു, ഇഷ്ടപ്പെട്ടു. രണ്ട് ഹാഫ് ഭയങ്കര ഒരു സർപ്രൈസിങ് ആണ്. നമുക്ക് ത്രില്ലിംഗ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നും, എന്താ സംഭവിക്കുന്നത്, നെക്സ്റ്റ് എന്താന്നുള്ളത് നമ്മളിങ്ങനെ ചിന്തിക്കും. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സ്റ്റോറിയായിരുന്നു. അടിപൊളി സിനിമയാണ്. അതെ അതെ, മാനാട് പോലെ മലയാളത്തിൻ്റെ ഒരു മാനാടാണ്, അടിപൊളി സിനിമ. നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അത് ബാലുവും ഷിജുവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല പടം. അതെനിക്കറിയില്ല, നല്ല പടമാണ്, ഞാൻ കണ്ടു അത്ര.